ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേടിച്ച് വിറച്ച് നിൽക്കുന്ന നമ്മുടെ ശ്രീജയോട് ധൈര്യമായിട്ട് ശ്രീജ എടുത്തി നമ്മൾ ജയിക്കും എന്ന് നല്ല വാശിയോടുകൂടി പറഞ്ഞാണ് വേദ വന്ന് നിൽക്കുന്നത്. അപ്പോഴേക്കും ദർശനം അങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു കേട്ടോ, താങ്ക്സ് ഒക്കെ പറഞ്ഞ് നമ്മുടെ വേദ അങ്ങോട്ടേക്ക് പോയി. തൊട്ടടുത്ത നിമിഷം വിശ്വനെയും കൊണ്ട് പോലീസുകാർ വരും. അപ്പോൾ കൈവേലങ്ങൊക്കെ വെച്ച് വരുന്ന വിശ്വനെ കണ്ടപ്പോഴത്തേക്കും സങ്കടത്തോടെ ശ്രീജ ഓടിച്ചെന്നിട്ട് വിശ്വനെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനൊരവസ്ഥയിൽ നിൽക്കേണ്ടി വരുമെന്ന് ഞാനും വിചാരിച്ചതാണോ ശ്രീജ എന്ന് വിശ്വൻ ചോദിക്കുക. അപ്പോൾ സംസാരമൊക്കെ കോടതി കഴിഞ്ഞ് ജയിലിൽ വെച്ചാൽ അപ്പോൾ നടക്കാൻ പറഞ്ഞുകൊണ്ട് ഇയാൾ പിടിച്ച് വലിച്ചു കൊണ്ടുപോകും കേട്ടോ, പാവം വിശ്വത്തെ പോലീസുകാരൻ. തൊട്ടടുത്ത നിമിഷം വരുന്നു ശ്രീകാന്ത് കയറി വന്ന് നമ്മുടെ ശ്രീജ ഒരു നോട്ടവും നോക്കിയിട്ട് ഇവൻ അങ്ങ് പോയി. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മുടെ വേദ ഇവിടെ വക്കീൽക്കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്ന ഒരു കളിയാക്കി ചിരിയും ചിരിച്ചുകൊണ്ട്. അപ്പോൾ വേറൊരു വക്കീലിനോട് എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു ശ്രീജ. 1-2 ദിവസം കൂടി കഴിയട്ടെ എന്നിട്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ച് ആ പുള്ളിക്കാരി അങ്ങ് പോയി കഴിഞ്ഞപ്പം, ആഹാ നീ കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങിയല്ലേ, ഞാൻ കേട്ടിരുന്നു എന്ന് ശ്രീകാന്ത് പറയാം അനിയത്തിയോട്. ഇന്ന് ആരാ കേസ് വാദിക്കാൻ പോകുന്നത്? അപ്പോൾ ചക്രവാണി നേരിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ വേറെ ഒന്നും മിണ്ടുന്നില്ല. എടി ജൂനിയറായിട്ട് ജോയിൻ ചെയ്തപ്പോൾ തന്നെ സീനിയറെ തോൽപ്പിക്കാൻ വേണ്ടി കളത്തിൽ ഇറങ്ങി എന്നുള്ളൊരു പേരുദോഷം കൂടി വേണോ മോളെ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. എന്ത് ചെയ്യാം, ചക്രവാണി സാറിൻ്റെ വിധി എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ അത് തീരുമാനിക്കുന്നത് പണിക്കത്ത് ശ്രീകാന്ത് അല്ല എന്ന് പറയുമ്പം ശരി, നിങ്ങൾക്ക് ഒളിഞ്ഞു നിന്ന് യുദ്ധം ചെയ്യാനേ അറിയൂ, തെറ്റ് ചെയ്യാത്തവനെ കുടുക്കിലാക്കി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറാകുന്ന നിങ്ങളുടെ തന്ത്രം ഇത്തവണ വിലപ്പോവില്ല എന്ന് വേദ പറയുക. കാരണം ഞാനും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരും നിൽക്കുന്നത് സത്യത്തിൻ്റെ കൂടെയാണെന്ന കാര്യം വേദ പറയുമ്പം സത്യത്തിൻ്റെ കൂടെയോ? മൂന്നാംകിട രാഷ്ട്രീയക്കാരൻ്റെ വാക്കം കേട്ട് കൂലിത്തല്ലിന് നടക്കുന്ന ഈ നാരിയുടെ കൂടെയാണോ സത്യം? അതോ ഇങ്ങനെ ഒരുത്തനെ ഈ ലോകത്തിന് സമ്മാനിച്ച ആ ഓണക്ക വാദ്യാരുടെ കൂടെയും ചോദിക്കുമ്പം മര്യാദക്ക് സംസാരിച്ചോളാൻ പറഞ്ഞു വേദ. നീയും ഇവൻ്റെ കുടുംബവും ഒരു മര്യാദയും അർഹിക്കുന്നില്ലടി എന്ന് പറയുമ്പോൾ എൻ്റെ ഭർത്താവിനെ അദ്ദേഹത്തിൻ്റെ അച്ഛനെ പറ്റി പറയാനുള്ള ഒരു യോഗ്യതയും നിങ്ങൾക്കില്ല മിസ്റ്റർ എന്ന് വേദ ശ്രീകാന്തിനോട് പറഞ്ഞു. രാത്രിയുടെ മറവിൽ എൻ്റെ ഭർത്താവിനെ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്താൻ നോക്കിയ ആ നിമിഷം മുതൽ നിങ്ങളൊരു കൊലയാളിയായി മാറിക്കഴിഞ്ഞു എന്ന് നമ്മുടെ വേദ പറയുമ്പോൾ ആയിക്കോട്ടെ, ചെയ്യാത്ത കുറ്റത്തിന് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് വിക്രമനെ പോലീസിനെ കൊണ്ട് തല്ലി ചതച്ചപ്പോൾ നിങ്ങൾ തനി നീചനുമായെന്ന കാര്യമൊക്കെ വേദ പറയുമ്പോൾ ശ്രീകാന്ത് കളിയാക്കുക. എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് വില നിശ്ചയിച്ച വിക്രമനെ ഏൽപ്പിച്ചത് നിങ്ങൾ ഓർമ്മയില്ലേ? അന്ന് നിങ്ങൾ ലോകത്തിൽ ഏറ്റവും തരം താണവനുമായി പോയി എന്നും വേദ പറയുക. എന്നെയും വിക്രമനെയും നേരിട്ടൊന്നും ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ പാപം വിശ്വേട്ടനെ ജോലി കൊടുത്ത് ചതിക്കാൻ നോക്കിയ നിങ്ങളെപ്പോലെ ഒരു വൃത്തികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരാ ഉള്ളത് എന്നൊക്കെ വേദ ചോദിച്ചു. ഇനിയും മര്യാദയെപ്പറ്റി എന്നോട് പറയാൻ നിങ്ങൾ വന്നേക്കരുതെന്നും പറഞ്ഞ് നമ്മുടെ വേദ ഇങ്ങനെ നിൽക്കുമ്പം അങ്ങോട്ടേക്ക് വന്നു ദർശൻ. നീയുണ്ടോ? ഇനി നീയാണോ ഇവൾക്ക് വേണ്ടി ഹാജരാകാൻ പോകുന്നത്? എടാ നിനക്ക് നാണം ഉണ്ടോടാ ദർശൻ? നാണവും മാനവും ഇല്ലാണ്ട് പെരുമാറുന്നത് ആരാണെന്ന് വേദ അല്പം മുൻപ് പറഞ്ഞില്ലേ എന്ന് ദർശൻ അന്നേരം ശ്രീകാന്തിനോട് ചോദിച്ചു. പിന്നെ വിശ്വന്റെ കേസ് ഞാൻ എന്തായാലും വാദിക്കുന്നില്ല. ഒരു സീനിയർ വക്കീലിനെയും സഹായമില്ലാതെ ആ കേസ് മറ്റൊരാൾ വാദിക്കും. ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ മകൾ വേദ ശങ്കരനാരായണൻ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് അന്തം വിട്ട് കുന്തം ഇങ്ങനെ നോക്കുക. കളിയാക്കിയതൊക്കെ വെറുതെ ആയോ എന്നോർത്ത് ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ ചേട്ടനും അനിയത്തിയും തമ്മിലുള്ള പോരാട്ടമാണ് കോടതി മുറിയിൽ നടക്കാൻ പോകുന്നത്. നമ്മുടെ വേദ അങ്ങ് പോയപ്പോൾ ശ്രീകാന്ത് ഒരു വളിച്ച ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കുക. വേദ വെറും പുല്ല് എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ കോടതിയിൽ കേസ് വിളിച്ചു വിശ്വനെ വിളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തിൻ്റെ വക്കീൽ അവിടെ നിന്ന് വിശ്വനെതിരായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ എല്ലാ വിവരങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ആ 10 ലക്ഷം രൂപ ശ്രീകാന്ത് ഈ വിശ്വൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട കാര്യങ്ങളെപ്പറ്റി വരെ പറഞ്ഞു. പ്രതി അത് കൈക്കലാക്കിയെന്നും ആ പണം വഴിയിൽ വെച്ച് മോഷ്ടിക്കപ്പെട്ടു എന്നൊരു കള്ളക്കഥ ഉണ്ടാക്കി ഓഫീസിൽ അവതരിപ്പിക്കുകയും ചെയ്തു എന്ന കാര്യവും പറയും. ഇതൊക്കെ കേട്ട് വേദ ഇവിടെ എന്തൊക്കെയോ കുറിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു മോഷണം നടന്നിട്ടില്ല എന്നും പ്രതി തന്നെയാണ് മോഷണകൃത്യം ചെയ്തിട്ടുള്ളതെന്നും പോലീസിന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണെന്ന കാര്യമൊക്കെ വക്കീൽ ഇങ്ങനെ ജഡ്ജിയോട് പറയണം. വിശ്വനാണെങ്കിൽ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക. പ്രതിയുടെ കയ്യിൽ നിന്നും പണം തിരികെ വസൂലാക്കി തരണമെന്നും ഇനി ഇത്തരം കൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രതിക്ക് ഉചിതമായ ശിക്ഷ നൽകണമെന്നും ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞു ഈ നമ്മുടെ ശ്രീകാന്തിൻ്റെ വക്കീൽ. വേറെ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുക. ശ്രീകാന്തിനാണെങ്കിൽ ഭയങ്കര പ്രതീക്ഷയുണ്ട്. ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും കോടതിക്ക് മുന്നാലെ സമർപ്പിച്ചിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ വാദം അവസാനിപ്പിച്ചു. അപ്പോൾ എന്താടോ ഈ കൃത്യം താൻ ചെയ്തതാണോ എന്ന് വിശ്വനോട് ചോദിച്ചു ജഡ്ജി. ഇല്ല സർ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മോഷ്ടിച്ചവരാരെങ്കിലും അത് ചെയ്തെന്ന് പറയുമോ അല്ലേ എന്ന് ജഡ്ജി അന്നേരം വിശ്വനോട് പറയുക കേട്ടോ.
അപ്പം അച്ഛനും ശ്രീജയും അവിടെ ഇങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുക. തനിക്ക് വേണ്ടി ആരെങ്കിലും ഹാജരാവുന്നുണ്ടോ ഇന്ന് എന്ന് വിശ്വൻ ചോദിക്കുമ്പോഴത്തേക്കും വേദയിലേക്ക് നോട്ടം വന്നു. വേദ അന്നേരം എഴുന്നേറ്റു. യുവർ ഓണർ, ഞാൻ വേദ ശങ്കരനാരായണൻ. എൻ്റെ കക്ഷി കളരിക്കൽ വിശ്വനാഥന് വേണ്ടി ഞാൻ ഹാജരാകുന്നുണ്ടെന്ന് പറയുമ്പം, ഓ ഇയാളോ, ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ്റെ മകളല്ലേ, ചക്രവാണിയുടെ ജൂനിയർ അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ വേദ ഒന്ന് ചിരിച്ചു. എന്നിട്ട് ആ ഒരു പേപ്പർ കൊണ്ടുവന്ന് ജഡ്ജിയുടെ കയ്യിലേക്ക് കൊടുത്തു. വേദ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ പ്രൊസീഡ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കക്ഷി 10 ലക്ഷം രൂപ കൊണ്ട് പോയി എന്നുള്ളത് ശരിയാണ്. എന്നാൽ മേൽ പറഞ്ഞ ആരോപണം എൻ്റെ കക്ഷി ചെയ്തിട്ടില്ല എന്ന് വേദ എവിടെ പറയുക? ഇതൊക്കെ കേട്ടിങ്ങനെ എന്താ പറഞ്ഞപ്പോൾ കോരിത്തരിച്ചിരിക്കുക നമ്മുടെ ശ്രീജ. അപ്പോൾ പ്രസ്തുത ദിവസം എൻ്റെ കക്ഷി പണം മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് സ്ഥാപനത്തിൽ അറിയിക്കുകയും അവരത് പോലീസിൽ അറിയിക്കുകയും ചെയ്തതാണെന്നുള്ള കാര്യം വേദ പറയുക. എന്നാൽ എൻ്റെ കക്ഷിയെ മനഃപൂർവ്വം അകപ്പെടുത്താൻ വേണ്ടി കെട്ടിച്ചമച്ച ഒരു ആരോപണമാണിതെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ അറിയിക്കുന്നു എന്നും വേദ പറയുന്നു. ശ്രീകാന്ത് ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ കേട്ടോ, ആകെ ടെൻഷൻ അടിച്ച്. അതിനാൽ പ്രസ്തുത ആരോപണത്തെ തള്ളിക്കളയാനും എൻ്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കാനും ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കുകയാണെന്നുള്ള കാര്യവും വേദ എവിടെ പറയുന്നു. അപ്പോഴേക്കും ശ്രീകാന്തിൻ്റെ വക്കീൽ, സർ, പ്രിയപ്പെട്ട ജൂനിയർ വക്കീലിന് കേസിൻ്റെ രീതികളോടൊന്നും വലിയ ധാരണയില്ലെന്നാണ് തോന്നുന്നത്. സ്ഥാപനത്തിലെ മുതലാളിക്ക് സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയെ മനഃപൂർവ്വം കേസിൽപ്പെടുത്തേണ്ട ആവശ്യം എന്താണ് സാർ എന്ന് ചോദിക്കുകയാണ് ഈ വക്കീൽ. അപ്പോൾ ജയിക്കുമെന്ന രീതിയിൽ തന്നെ ശ്രീകാന്ത് ഇരിക്കുന്നത്. അപ്പോൾ കോടതിയിൽ കേസ് പറയുമ്പോൾ വാലിഡ് ആയിട്ടുള്ള റീസൺ വേണമെന്നെങ്കിലും പ്രിയപ്പെട്ട ജൂനിയർ ഓർത്തിരുന്നാൽ നന്നെന്നും പറഞ്ഞ് വേദയെ ഇയാൾ കൊച്ചാക്കി സംസാരിക്കുന്നു. അപ്പോൾ സർ, വളരെ വ്യക്തമായി പോലീസ് തെളിയിച്ചിട്ടുള്ള ഈ ഒരു കേസ് കെട്ടിച്ചമച്ചതാണ് എന്നും പ്രതിക്ക് വേണ്ടി ഹാജരായ പ്രിയപ്പെട്ട ജൂനിയർ വാദിച്ച സ്ഥിതിക്ക് കേസിലെ പ്രധാന സാക്ഷികളായ മാനേജർ സുഭാഷിനെയും കമ്പനി ഉടമ ശ്രീകാന്ത് ശങ്കരനാരായണനെയും വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേപ്പറും കൊടുത്തു. അപ്പോൾ അങ്ങനെ ഇയാളത് കൊടുത്തപ്പം കാര്യം ആ കുട്ടി ജൂനിയർ ആണെങ്കിലും ഇടയ്ക്കിടെ ഇങ്ങനെ ജൂനിയർ എന്ന് വിളിക്കേണ്ടതില്ല, ഈ താനും ഒരിക്കൽ ജൂനിയർ ആയിരുന്നല്ലോ എന്ന് നമ്മുടെ ജഡ്ജി ശ്രീകാന്തിൻ്റെ വക്കലിനോട് പറയുമ്പം ഞാൻ ആ വാക്ക് മോശമായി ഉദ്ദേശിച്ചിട്ടില്ല സാർ എന്ന് പറഞ്ഞു ഇയാൾ. ഓക്കെ ആയിക്കോട്ടെ, ഇപ്പോൾ വിസ്താരം നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അടുത്ത ആളെ വിളിപ്പിച്ചു, മാനേജറെ വിളിപ്പിച്ചു. മാനേജർ വന്നിരുന്നപ്പം എത്ര കാലമായി അവിടെ ജോലി ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ 5 വർഷമായെന്ന് പറഞ്ഞു. പുതിയ കമ്പനിയുടെ കാര്യങ്ങൾ മാനേജർ സുഭാഷാണ് നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ, എല്ലാം നോക്കുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ സഹായത്തിന് അവിടെ ഒരു അസിസ്റ്റൻറ്റ് മാനേജർ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും നിങ്ങൾ തന്നെയാണ് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് വേദ അതൊക്കെ അവിടെ കുറിച്ചുകൊണ്ടിരിക്കുക. അതെ, ആവശ്യത്തിലുള്ള പണം ബാങ്കിൽ നിന്ന് പിൻവലിക്കുന്നത് ഞാൻ, കമ്പനിയുടെ സ്റ്റാഫാണ് അവിടെ പണം ഏൽപ്പിക്കുന്നതെന്നുള്ള കാര്യം ഇയാൾ പറഞ്ഞു. അന്ന് എത്ര പണം അവിടെ ക്ലോസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു? അപ്പോൾ 10 ലക്ഷമാണെന്നാണ് എന്നോട് പറഞ്ഞതെന്നുള്ള കാര്യം പറയുവാട്ടോ ഈ മാനേജർ. അത് ബാങ്കിൽ കൊണ്ടുപോയി അടയ്ക്കാൻ നിങ്ങൾ ആവശ്യപ്പെട്ടു. അതെ എന്ന് പറഞ്ഞു. അതെല്ലാം വേദ അവിടെ എഴുതി വെക്കുന്നുണ്ട്. പിന്നെ എന്താണ് സത്യത്തിൽ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ചിലർ ചേർന്ന് പണം തട്ടിയെടുത്തുവെന്ന് ഇയാൾ ഓഫീസിൽ വന്നു പറഞ്ഞെന്നും ഞങ്ങൾ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തെന്നും ഇയാൾ പറയുക. ഇയാൾ തന്നെയാണ് എടുത്തതെന്ന് പിന്നീട് പോലീസ് പറയുകയും ചെയ്തു എന്നുള്ള കാര്യം മാനേജർ പറയാം. ശരി, കൊടുത്ത് അയച്ച പണത്തിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ സൂക്ഷിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. നഷ്ടപ്പെട്ട പണത്തിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോ? ഉണ്ട് സർ. ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത എല്ലാ പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വേദയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല സാർ, പക്ഷേ എനിക്ക് മറ്റൊരു സാക്ഷിയെ കോടതി മുന്നാകെ പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലിസ്റ്റ് ചെയ്യാത്ത മറ്റൊരു സാക്ഷിയോ എന്ന് നമ്മുടെ ശ്രീകാന്തിൻ്റെ വക്കീൽ ചോദിക്കുമ്പോൾ യെസ് യുവർ ഓണർ, ഈ കേസുമായി നേരിട്ട് ബന്ധമുള്ള മറ്റൊരു സാക്ഷിയാണ് എന്ന് വേദ പറയുമ്പോഴേക്കും ഇവരെല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുക. വേദ ആ പേപ്പർ കൊണ്ടുപോയി ജഡ്ജിക്ക് കൊടുത്തു. പ്രൊസീഡ് ചെയ്തോളാനായിട്ട് നമ്മുടെ ജഡ്ജി പറഞ്ഞു. അപ്പോൾ അടുത്തയാളെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ വന്നത് ഈ അന്ന് അവിടെ ഹാർട്ട് അറ്റാക്കൊക്കെ അഭിനയിച്ച് കിടന്ന പുള്ളിയില്ലേ, ചങ്കിൽ വേദനയൊക്കെ അഭിനയിച്ച ആ പുള്ളിയാട്ടോ. അപ്പോഴേക്കും വേദ അയാളുടെ അടുത്തേക്ക് ചെന്നു. എന്താണ് പേരെന്ന് ചോദിച്ചു. അപ്പോൾ ഷാജി എന്ന് പേര് പറഞ്ഞു. ഈ നിൽക്കുന്ന ആളെ നിങ്ങൾക്കറിയാമോ എന്ന് വേദ ചോദിക്കുമ്പം ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്. എപ്പോഴാണ് കണ്ടത്? അത് പിന്നെ ബാങ്കിൻ്റെ മുന്നിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ ബാഗ് തട്ടിയെടുത്തപ്പോൾ എന്ന് പറഞ്ഞു കേട്ടോ. ആ സമയത്ത് ഇവരിങ്ങനെ നോക്കും അന്തം വിട്ട്, ആകാംക്ഷാഭരിതരായിട്ട് നിൽക്കുക എല്ലാവരും. അതായത് നിങ്ങൾ ഈ നിൽക്കുന്ന ആളിൻ്റെ കയ്യിൽ നിന്നും പണം മോഷ്ടിച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ പണമാണോ അതിനകത്ത് ഉണ്ടായിരുന്നതെന്നൊന്നും എനിക്കറിയില്ല, ഒരു ബാഗ് ഞാൻ മോഷ്ടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അയാൾ വേദയുടെ വാക്കിനനുസരിച്ച് അവിടെ നിന്ന് പറയുക കേട്ടോ.
എന്നാണത് ചെയ്തതെന്ന് ചോദിക്കുമ്പം കഴിഞ്ഞ ഒക്ടോബർ 12 പറഞ്ഞു. അപ്പോൾ സമയം എപ്പോഴാണെന്ന് വേദ ചോദിച്ചു. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിയായി കാണുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ മോഷ്ടിച്ച വിധം അതൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ സമയം ആദ്യം ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പം നെഞ്ചുവേദന വന്നതുപോലെ അഭിനയിച്ചിട്ട് കുഴഞ്ഞു വീണു തുടങ്ങിയ കാര്യങ്ങളെല്ലാം അയാൾ പറയുവാണ്. അപ്പോൾ എല്ലാ വിവരങ്ങളും ഇയാൾ പറഞ്ഞു. പകരം വെച്ച ബാഗ് എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് ചോദിച്ചു. എനിക്കൊരാൾ തന്നതാണെന്ന് അയാൾ പറഞ്ഞു. ആരാ തന്നതെന്ന് ചോദിക്കുമ്പോൾ ഇരിക്കുന്ന സുഭാഷ് സാറാണ് തന്നതെന്നുള്ള കാര്യം പറയുക. എല്ലാം തീർന്നു. നല്ല പുഷ്പം പോലെ സത്യങ്ങളെല്ലാം പച്ചവെള്ളം എന്നാ അത് പറയാൻ വാക്കുകളില്ല. സത്യങ്ങളൊക്കെ നല്ല മണി പോലെ തെളിയിച്ചു നമ്മുടെ വേദ. എന്ന് വെച്ചാൽ SK ട്രേഡേഴ്സിൻ്റെ മാനേജർ അല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പേടിച്ച് വരച്ചിങ്ങനെ ഇരിക്കുക. അതായത് പണമടങ്ങിയ ബാഗ് തട്ടിയെടുത്തതിന് ശേഷം മറ്റൊരു ബാഗ് അവിടെ പകരം വയ്ക്കാൻ സുഭാഷ് പറഞ്ഞു അല്ലേ? അതേന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയാൾ ഇവിടെ ഇരുന്ന് തലയാട്ടോ ഇല്ല എന്ന് പറഞ്ഞു സുഭാഷ് എന്ന് പറഞ്ഞ ആളെ. എന്നിട്ട് പണം അടങ്ങിയ ബാഗ് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പം അത് സുഭാഷ് സാറിനെ തന്നെ ഞാൻ ഏൽപ്പിച്ചു. ഇപ്പം എന്നെ ഏൽപ്പിച്ചതെന്ന് ചോദിച്ചു. അന്ന് തന്നെ ഏൽപ്പിക്കുകയായിരുന്നു എന്നും അയാൾ പറയാം. ശ്രീകാന്ത് ചൂളിപ്പോയിട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം സുഭാഷ് ഏൽപ്പിക്കുമ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ആരാണ് ഉണ്ടായിരുന്നതെന്ന് വേദ ചോദിക്കുക കേട്ടോ. അപ്പോൾ SK ട്രേഡേഴ്സിൻ്റെ മുതലാളി ശ്രീകാന്ത് സാറായിരുന്നു എന്ന് പറഞ്ഞു. 2 എണ്ണത്തിനെയും കോടതിയിലിട്ട് വലിച്ച് കീറിയില്ല നമ്മുടെ വേദ. തീ പാർന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തേത്. അപ്പോൾ അങ്ങനെ വേദ എല്ലാം തെളിയിച്ചു. സർ, ഇതാണെന്ന് ശരിക്കും സംഭവിച്ചതെന്നും SK ട്രേഡേഴ്സിൻ്റെ ഉടമ ശ്രീകാന്ത് വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു കേസാണിതെന്നുള്ള കാര്യം വേദ പറയുമ്പോൾ ഒബ്ജക്ഷൻ യുവർ ഓണർ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ എഴുന്നേറ്റ് വന്നു. യുവർ ഓണർ, ഞാൻ മനഃപൂർവ്വം പ്രിയപ്പെട്ട ജൂനിയർ വക്കീലിനെ ആ പേര് വിളിച്ച് അവഹേളിക്കുകയാണെന്ന് തോന്നരുതെന്നും കേസുകൾ കണ്ടും കേട്ടും പരിചയവും വന്ന ആളുകൾക്ക് പകരം കോടതി നടപടികൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളെ ഇങ്ങനെയൊരു കേസ് ഏൽപ്പിക്കാൻ പ്രശസ്തരായ ചക്രപാണി അസോസിയേറ്റ്സിന് എന്തു പറ്റി എന്നുള്ളതിലാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് എന്ന് പറയുമ്പം ബേബി കാര്യത്തിലേക്ക് വരാൻ പറഞ്ഞു ജഡ്ജി. അന്നേരം സാർ, എനിക്ക് ഈ സാക്ഷി ഒന്ന് ക്രോസ് ചെയ്യണമെന്ന് പറഞ്ഞു. ക്രോസ് ചെയ്തോളാൻ പറഞ്ഞു. വേദ അവിടെ വന്നിരുന്നു. ആ സമയത്ത് അയാൾ ചോദ്യം ചെയ്യുക. അപ്പോൾ കോടതിയുടെ മുന്നിൽ താൻ തരികടയായിട്ട് ഇറങ്ങിയതാണല്ലേ എന്ന് ചോദിക്കുക കേട്ടോ. ഞാൻ കാര്യത്തിലേക്ക് വരാമെന്ന് പറഞ്ഞു അയാളെ ചോദ്യം ചെയ്യുക. അത് ചെയ്യാനായി എത്ര പണം തന്നു തനിക്ക് എന്ന് ചോദിച്ചപ്പം അത് 25,000 രൂപ തന്നെന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. ഷാജി ഇതിനു മുൻപ് ജയിലിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം പോയിട്ടുണ്ടെന്ന് ഷാജി പറയാം. അങ്ങനെ ഷാജിയെ കൊണ്ട് പലതും ഇയാൾ പറയിപ്പിക്കുവാണ്. ഇതിനു മുന്നേ പോയതിൻ്റെ കുറ്റം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഷാജി നിന്ന് ചിരിക്കുക. അത് എന്നൊക്കെ പറഞ്ഞ് നിന്ന് ചിരിക്കുമ്പോൾ ജയിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ശ്രീകാന്ത് ഇരിക്കുന്നത്. അപ്പോൾ മോഷണത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഇത്തവണ 10 ലക്ഷം കയ്യിൽ കിട്ടിയിട്ടും അത് മോഷ്ടിക്കാൻ ഷാജിക്ക് എന്താ തോന്നിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഷാജി ഇങ്ങനെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. യുവർ ഓണർ, ഇങ്ങനൊരു സീസൺഡ് ക്രിമിനൽ 10 ലക്ഷം രൂപ അടങ്ങിയ ബാഗ് കയ്യിൽ കിട്ടിയിട്ടും അതിൽ നിന്നും അല്പം പോലും എടുക്കാതെ തിരിച്ച് ജോലി ഏൽപ്പിച്ചവർക്ക് കൊടുത്തു എന്ന് പറയുന്നത് ചില ജൂനിയർ വക്കീലന്മാർ വിശ്വസിക്കുമായിരിക്കും. പക്ഷേ കോടതിയെ വിശ്വസിപ്പിക്കാൻ എളുപ്പമല്ല എന്ന് ഈ വക്കീൽ പറയുക. അപ്പോൾ ഇയാൾ കാര്യങ്ങളിങ്ങനെ കുഴപ്പിക്കുക കേട്ടോ മൊത്തത്തിൽ. താൻ ഇപ്പം എന്തിനാ ഇത് വിളിച്ചു പറഞ്ഞതെന്ന് ചോദിച്ചു. കുറ്റബോധം തോന്നിയിട്ടാണോ എന്ന് ഈ വക്കീൽ ചോദിക്കുക കേട്ടോ. വിക്രം എന്നെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് അത് വിക്രത്തിൻ്റെ ചേട്ടനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത്. പിന്നെ വിക്രം പറഞ്ഞതനുസരിച്ചാണ് ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഇതാക്കുവാണ് ഇയാൾ. അപ്പോൾ യുവർ ഓണർ, കാര്യങ്ങളിപ്പോൾ ഏകദേശമൊക്കെ വ്യക്തമായില്ലേന്ന് ചോദിച്ചു. അപ്പോൾ വിക്രം എന്ന് പറയുന്ന ഒരാൾ ഗുണ്ടയാണെന്നും അയാൾക്ക് വേണ്ടി ഇയാൾ ഇവിടെ വന്ന് മൊഴി പറഞ്ഞതാണെന്നൊക്കെ പറയണം. അപ്പോൾ ഈ തെറ്റ് ഇയാൾ ചെയ്തതാണെന്നും ഇയാൾക്ക് തക്ക ശിക്ഷ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെ വക്കീൽ പറയണം. ശ്രീകാന്തിൻ്റെ വക്കീൽ പറഞ്ഞിട്ട് SK ട്രേഡേഴ്സ് ശ്രീകാന്ത് ശങ്കരനാരായണനെ വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനെ വിളിപ്പിക്കുക. ശ്രീകാന്ത് എഴുന്നേറ്റ് ചെന്നു കൂട്ടിൽ നിന്നു. ശ്രീകാന്തിനോട് ശ്രീകാന്തിൻ്റെ വക്കീൽ ചോദിക്കുവാണ്. വിശ്വനാഥന് ജോലി കൊടുത്ത കാര്യങ്ങളും ഇതെല്ലാം പറയുവാണ്. നേരത്തെ പ്രതിഭാഗം ഹാജരാക്കിയ പ്രതി നിങ്ങൾക്ക് അറിയാമോന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലാന്ന് ശ്രീകാന്ത് പറയുക കേട്ടോ. അപ്പോൾ കണ്ടിട്ടേ ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല സർ, കണ്ടിട്ടില്ല എന്ന് ശ്രീകാന്ത് പറഞ്ഞു. നിങ്ങൾ ബാഗ് എടുക്കാൻ 25,000 രൂപ ഓഫർ ചെയ്തു എന്ന് പറയുന്നതോ? അപ്പോൾ പച്ച കള്ളമാണ് സർ. എൻ്റെ പണം എൻ്റെ ജോലിക്കാരനിൽ നിന്നും തട്ടിയെടുക്കാൻ ഞാൻ കാശ് കൊടുക്കുന്നത് എന്തിനാണെന്ന് ശ്രീകാന്ത് നേരത്തേനും ജഡ്ജിയോട് ചോദിക്കുക. കാര്യങ്ങൾ വീണ്ടും കുഴപ്പിക്കുവാണ്. അങ്ങനെ നമ്മുടെ വേദയെ മോശക്കാരിയാക്കി ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ സംസാരിക്കുന്നു. എന്നിട്ട് നമ്മുടെ ഒപ്പിട്ട് കൊടുത്ത പേപ്പറും കാര്യങ്ങളും അവിടുത്തെ ഡീറ്റെയിലും ഇതെല്ലാം ജഡ്ജിയെ കാണിച്ചു. അപ്പോൾ അങ്ങനെ ഡീറ്റെയിലുകളെല്ലാം ഹാജരാക്കി. അതിനുശേഷം ഇനി ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യം പോലും ഇല്ല, തെറ്റുകാരനാണ് നിൽക്കുന്ന പ്രതിയെന്ന് കോടതിക്ക് ബോധ്യം വന്നിട്ടില്ലേ സാർ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രീകാന്തിൻ്റെ വക്കീൽ കസറി കയറുമ്പോൾ നമ്മുടെ വേദ ഒബ്ജക്ഷൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അപ്പോൾ പ്രൊസീഡ് ചെയ്തോളാൻ പറഞ്ഞു ജഡ്ജി.
ഈ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും പ്രതി വിശ്വനാഥൻ ഫ്ളാറ്റ് വാങ്ങുന്നതിന് വേണ്ടി ഒരു ചിട്ടിയിൽ ചേർന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇത്രയും പണം ഒരിക്കലും നൽകിയിട്ടില്ല എന്ന് വേദ പറയുവാണ്. ഈ ആരോപണത്തിന്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ആവാം. അതിനു മുൻപ് വക്കീൽ ഇന്ന് ഹാജരാക്കിയ സാക്ഷിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം പറയണമല്ലോ എന്ന ജഡ്ജി ഇങ്ങനെ നമ്മുടെ വേദയോട് പറയുക. അപ്പോൾ മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം കുഴഞ്ഞു. ഒട്ടും വിശ്വസിക്കാനാകാത്ത ഒരു സാക്ഷിയെ ഹാജരാക്കിയ വിധി കോടതിയുടെ വിലപ്പെട്ട സമയമാണ് ഇവിടെ പാഴാക്കിയിരിക്കുന്നതെന്നും ആ സാക്ഷിയെ റദ്ദാക്കുകയും പ്രതി വിശ്വനാഥന്റെ ജാമ്യാപേക്ഷ തള്ളിക്കളയാനും ഈ കോടതി നിർബന്ധിതമായിരിക്കുകയാണെന്ന് പറഞ്ഞു. വിശ്വം സുധാകരനെ കൂടുതൽ അന്വേഷണത്തിനായി 2 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിടുന്നുവെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജഡ്ജി ഇങ്ങനെ പറഞ്ഞു. അതനുസരിച്ച് വിശ്വം പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വേദ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് പാളിപ്പോയെങ്കിലും വേദ സടകുടഞ്ഞെഴുന്നേറ്റു വരും പൂർവാധികം ശക്തിയോടെ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ കഥയിലുണ്ടായിരുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയില്ല എന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. ടാറ്റാ.